എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നല്ലൊരു കയ്യടി. ഒരുപാട് സന്തോഷം. ഇന്ന് ഈ ദേവാലയത്തിൻ്റെ ഈ തിരുസന്നിധിയിലെ വേദിയിൽ ഞങ്ങൾക്ക് 3 പേർക്കും വന്ന് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ്. അത് ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ നമുക്ക് വേണം. കാണത്തില്ലേ? ഒരുപാട് സന്തോഷം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടി വിയിലൊക്കെ നമ്മുടെ പ്രോഗ്രാം സ്ഥിരം കാണുന്നവരാണ്. അപ്പം ആ ഒരു ഇതും സ്റ്റേജിൽ ഞങ്ങളുടെ ഈ പ്രോഗ്രാം തമ്മിൽ താരതമ്യം ചെയ്യരുത്. കാരണം കുറച്ച് വ്യത്യാസമൊക്കെ വരും. അപ്പം അതൊക്കെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ നമുക്ക് വേണം. ഓക്കെ, ബാക്കി അവർ പറയും. ഞാനൊരു സ്പെഷ്യൽ പാസ് അങ്ങോട്ട് നല്ല കിണ്ണം കാച്ചി ഒരു കയ്യടി തന്നത് എല്ലാവരും. സന്തോഷം, ഒരുപാട് സന്തോഷം. ദൈവപുത്രനു വീതിയൊരുക്കുവാൻ സ്നാപകയോഗൻ ഞാൻ വന്നു. ദൈവപുത്രനു വീതിയൊരുക്കുവാൻ സ്നാപകയോഗൻ ഞാൻ വന്നു. അത് ഫുള്ള് പാടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാണ്. പനി, ജലദോഷവും ചുമയെല്ലാമാണ്. അപ്പൊ എന്തായാലും നവീകരിച്ച ദേവാലയത്തിന്റെ കൂദാശ കർമ്മവും ഇടവക തിരുനാളോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാധിച്ചതിലും ഈ നാരങ്ങത്തെ എല്ലാ ചേച്ചിമാരെയും ചേട്ടന്മാരെയും കൊച്ചുകുട്ടികളെയും എല്ലാവരെയും അച്ഛനമ്മമാരെയും എല്ലാവരെയും നേരിട്ട് കാണാൻ കഴിഞ്ഞതിലും വളരെയേറെ സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിന് ഏറ്റവും വേറെ പ്രോഗ്രാമും കൂടി നിങ്ങൾ കണ്ട് ഞങ്ങൾക്ക് തന്ന പ്രോത്സാഹനത്തിന്റെ ഒരു പേരിൽ മാത്രമാണ് ഇന്നിവിടെ നിൽക്കുന്നത്. പിന്നെ ഈ ദേവാലയത്തിന്റെ ദൈവത്തിന്റെയൊക്കെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇനിയും അതേ പ്രോത്സാഹനം തന്നെ തിരിച്ച് ഞങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം. നല്ലൊരു കൈയുടെ തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വാക്ക് നിർത്താം. താങ്ക് യു. എല്ലാവർക്കും സ്നേഹവന്ദനം. ഞങ്ങൾ 3 പേരും ഒരുപാട് കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചാണ് ഈ വേദി വരെ വന്നതെങ്കിലും നിങ്ങൾ ഓരോ വ്യക്തികളും ഞങ്ങൾക്ക് തരുന്ന സ്നേഹവും സപ്പോർട്ടും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത്. അപ്പം ഞങ്ങൾക്ക് മുമ്പോട്ടുള്ള യാത്രയും തുടർന്നും ഇതുണ്ടാകണം. അതുപോലെ തന്നെ നമ്മൾ അവതരിപ്പിക്കുന്ന ഓരോ സ്കിറ്റും അവരുടെ കുടുംബത്തോടെ അച്ഛനും അമ്മയും മക്കളുമായിട്ട് ഒരുമിച്ചിരുന്ന് കാണത്തക്ക രീതിയിലുള്ള സ്കിറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ചെയ്യാനിരിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ സമിതിയുടെ ഡയറക്ടറുണ്ട്. പുള്ളി ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളോട് പറയാനിരിക്കുക. അപ്പം അദ്ദേഹത്തെ ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. രാഹുൽ സാറ്. അല്ല, ഹരിയണ്ണ ഒരു കയ്യടി, ഹരിയണ്ണ ഉള്ള കയ്യടി മേടിച്ചിട്ട് അങ്ങനെ എൻ്റർ ചെയ്യാനായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അത് മേടിക്കും. ഇപ്പം ഞാൻ നിർത്തുമ്പോൾ എനിക്ക് നല്ലൊരു കയ്യടി തന്നു. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുള്ളൊരു ഏരിയയാണ്. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്, ഉരിമൂടാണ്, എല്ലാവർക്കും അറിയാം. ഈ കയ്യടി പിന്നെ എനിക്കൊരു കയ്യടി ഹരിയണ്ണ കൊടുത്തതിന് അതുപോലെ, അല്ലെങ്കിൽ കുറച്ചതിന്റെ അത് കുറച്ച് മതി. അതിന്റെ മുകളിൽ അതിന്റെ മുകളിൽ ഒരു കയ്യടി. താങ്ക് യു. സന്തോഷം. മറ്റൊരു മഹനീയമായ ചടങ്ങിന് നമ്മളുടെ വേദി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, ഇടവക തിരുനാളിനോടനുബന്ധിച്ച് ഈ 3 താരങ്ങളെയും ഇവിടുത്തെ ഇടവക ഒന്ന് ആദരിക്കാൻ പോവുകയാണ്. നല്ലൊരു കൈഡി കൊടുക്കാം, നല്ലൊരു കൈഡി. ഇതുപോലുള്ള ആദരവെന്ന് വെച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രവും നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും കൊണ്ടാണ്. ആദരവിന് വേണ്ടി ഞാൻ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ഫ്രാൻസിസ് പത്രോസ് അച്ഛനെയും തിരുനാൾ കൺവീനർ ശ്രീ സെബാസ്റ്റ്യൻ KG വളരെ സ്നേഹാദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ല കൈഡി വേണം, നല്ല